പുഷ്പ. തിരിഞ്ഞാൽ തിരുവനന്തപുരം, മറിഞ്ഞാൽ മംഗലാപുരം, അടിച്ചാൽ പോലീസ് സ്റ്റേഷൻ, പിടിച്ചാൽ സെൻട്രൽ ജയിൽ. പുഷ്പ, പുഷ്പരാജ്. അല്ല ഏട്ടാ, എനിക്കൊരു സംശയം. ചേട്ടനി പുഷ്പ പുഷ്പരാജ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കീറി തുടങ്ങുന്ന എന്തിനാ? അതെന്താന്ന് അറിയോ മോളെ, ഇങ്ങേർക്ക് പെണ്ണുങ്ങളെ കാണുമ്പോഴത്തേക്ക് വായിന്ന് വെള്ളം ഒലിക്കുക, അതിങ്ങനെ തുടച്ചു നോക്കുന്നത്. എന്തൊക്കെയാണ് കേൾപ്പടി അങ്ങോട്ട്. സ്വന്തം ഭാര്യ നിർത്തിക്കൊണ്ട് പല്ലോളയും വായി നോക്കുന്ന പരിപാടി ഉണ്ടല്ലോ, നിർത്തിക്കൊള്ളണം കേട്ടല്ലോ. അവിടെ അടുക്കി വെച്ചിരിക്കുന്ന കണ്ടല്ലോ, അതിന്ന് ഒരെണ്ണ എടുത്ത് തലമണ്ട നോക്കി തന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഞാൻ തൂക്കിയിടും. ഞാനൊരു കാര്യം പറയാം നിന്നോട്, പറഞ്ഞ കേട്ടല്ലോ. ഒന്നും അല്ലെങ്കിൽ ഞാനൊരു പുഷ്പരാജാണ്. ഒരു പുഷ്പത്തിന്റെ വെയിറ്റ് എങ്കിലും ഒരുക്കി തരണം. നീ ഇങ്ങനെ പുഷ്പം പറിക്കുന്ന പോലെ പറിച്ച് കളയരുത് എന്നെ ആൾക്കാർ മുമ്പ്. വല്ലവളെ ബാക്കിൽ നിന്ന് നടന്നു ഞാൻ അങ്ങ് നോക്കി നിക്കാം. ഓ എന്റെ ദൈവമേ. അണ്ണനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയടാ. എനിക്ക് ഇത്തവണ നാട്ടിലേക്ക് പോകുമ്പോ ലീവ് ഉണ്ടല്ലോ, ലീവിന് പോകുമ്പോഴേ പെണ്ണുമ്പിള്ള പറഞ്ഞ് കുറച്ച് രക്തചന്ദനം കൊണ്ട് കൊടുക്കണമെന്ന്. എന്തിന്? നമുക്ക് മുഖത്തിടാനായിട്ടാ, ഗ്ലാമർ കൂട്ടാൻ വേണ്ടിട്ട്. ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഉൾക്കാട്ടിൽ കയറി പോലീസിനെയും പേടിച്ച് എന്റെ ഉയിരും എരിഞ്ഞ് ഞാനിവിടെ ആദ്യം ഒരുക്കി ഇതൊക്കെ ചെയ്യുന്നത് നിന്റെ പെണ്ണുമ്പിള്ളക്ക് തേച്ച് മുഖത്തിടണമെന്ന്. പുഷ്പ, പുഷ്പരാജ്. ഒരുത്തനങ്ങ് വേണ്ടാന്ന് വെച്ചോളേ, പറഞ്ഞു കേട്ടല്ലോ. ആ പിന്നെ പെണ്ണുമ്പിള്ളക്ക് ഞാൻ രക്തചന്ദനം കൊണ്ട് കൊടുക്കാൻ. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ അണ്ണാ, രക്തചന്ദനത്തിന്റെ അല്ല, പെണ്ണുമ്പിള്ളയുടെ കാര്യം അല്ല. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ചേരാനായിട്ട് ഒരുത്തം വന്നു നിൽപ്പുണ്ട്. ഗ്രൂപ്പില്? അണ്ണന്റെ കട്ട ഫാനാണ് ആള്. ഇങ്ങനൊക്കെ പറഞ്ഞ് പോലീസ് വരും, അല്ലെ പോലീസ് വല്ലതും ആണോ? പോലീസും പട്ടാളമൊന്നും അല്ല, അണ്ണൻ എന്ന് പറഞ്ഞ ജീവനാണ് ആൾക്ക്. പുഷ്പരാജ് എന്ന് പറഞ്ഞ ജീവനാണ്. പിന്നെ എന്റെ ജീവൻ എടുക്കാൻ വരുന്നതാണ്. ഒരിക്കലും അല്ല, നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കും. ഉറപ്പാണ്? ഉറപ്പ്. എന്നാ വിളിയോ തന്നെ മച്ചാനെ പോരിക്കോട്ടെ. എന്റെ അണ്ണനെ എനിക്ക് കാണാൻ പറ്റിയല്ലോ അണ്ണാ. എനിക്ക് ഇപ്പോഴാണ് സന്തോഷമായത്. എനിക്ക് ഇപ്പോഴാണ് അണ്ണാണ് ഞാൻ എന്റെ കട്ട ഫാനാണ്. ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അണ്ണനെ. പിന്നെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ ഞാൻ യൂട്യൂബ് ചാനലിൽ ഒരു വ്ലോഗ് ചെയ്തിട്ടാണ് അണ്ണനെ വെച്ച് ഈ ചന്ദനത്തിരിയൊക്കെ ചന്ദനത്തിരിയൊക്കെ ഒരു വ്ലോഗ് ചെയ്തിട്ടാണ് അണ്ണനെ വെച്ച്. എടാ ഞാനിവിടെ കാട്ടി വന്ന് പോലീസും കാണാതെ ഒളിച്ച് താമസിക്കുമ്പോ നീ ഇവിടെ വന്ന് ഒരു വ്ലോഗ് ചെയ്യണോ? നല്ല സ്വഭാവം. നീ എന്റെ കട്ട ഫാനാണോ? നീ എന്റെ കട്ടയ മുഖം കാണാൻ വന്നതാണോ? ഞാനെന്റെ കട്ട ഫാനാണ്. ഞാൻ ഇങ്ങനെ കട്ട ഫാൻ ആയെന്നറിയാമോ? അതായത് അണ്ണന്റെ പേരുണ്ടല്ലോ, പേര് പുഷ്പ, പുഷ്പരാജ്. ആ പേരാണ് എന്റെ ചങ്കി തറച്ചത്. അത് ഈ പുഷ്പ എന്ന് പറയുന്ന ആരാന്നറിയോ? ഇങ്ങരുടെ ഭാര്യയായ ഞാൻ. എന്റെ പേരാണ് പുഷ്പ, ഇത് വെറും രാജ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർത്ത് പുഷ്പരാജ്, ഒരു ഗുമ്മ കിട്ടാൻ വേണ്ടി അങ്ങനെ ഇട്ടതാ. ഗുമ്മിന് വേണ്ടിട്ടാണ്. ഈ അടുക്കള ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്തിനാണ് ഈ പുഷ്പ എന്നുള്ള 5 പേര്? അത് വെളിയിൽ പോയി മരം വെട്ടുന്ന നമുക്ക് കിട്ടുന്ന മരം വെട്ടുകാർക്കുള്ള പേര് രാമു, ദാമു, അങ്ങനെയൊക്കെ ഉള്ള പേര്. ഒരു 5 കിട്ടുമല്ലോ. പുഷ്പരാജ് അതല്ലേ നല്ലത്. പുഷ്പ, പുഷ്പരാജ്. അത് തന്നെയല്ല, ഈ ലാലേട്ടന് ശേഷം ഈ തോളി എനിക്ക് ഇത്ര ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരാള് അണ്ണനല്ല ഞാൻ കണ്ടിട്ടില്ല. എടാ ഞാൻ ഈ തോള് ചരിച്ചു പോയതല്ല, ചരിക്കുന്നല്ല, പണ്ട് ചരിഞ്ഞു പോയതാ. പണ്ട് തടിമില്ലായിരുന്നു പണി. ഈ തടിമില്ല് പണിയെടുക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഈ തോളിലാണ് ഞാൻ വെക്കുന്നത്. ഈ തോളായിരുന്നു എനിക്ക് വാക്ക്. അങ്ങനെ സ്ഥിരം ഈ തോളി തടി എടുത്ത് ഇങ്ങനെ ആയി പോയതാ. എന്തായാലും അണ്ണന്റെ ഫാനാണ്, എന്നെ സംഘത്തിൽ കൂട്ടണം. എടാ നീ സംഘത്തിൽ കൂട്ടാം, പക്ഷെ നിന്നെ പറ്റി യാതൊരു ഇത് അറിയാതെ നിന്നെ പെട്ടെന്ന് കയറ്റി സംഘത്തിൽ കയറ്റിയാന്ന് പറഞ്ഞാൽ എനിക്കെന്ത് കുഴപ്പം? വിശ്വസിക്കാൻ കൊള്ളാവോ? പിന്നെ എനിക്ക് വേണ്ടി ചാവാൻ തയ്യാറാണോ? അണ്ണാ പോലീസ് അങ്ങനെ വന്നാ എന്റെ ചവിട്ടി ചവിട്ടി അണ്ണനെ കൊണ്ടുപോകും. പോലീസ് അങ്ങനെ വന്നാ എന്നെ കൊണ്ടുപോയാ നിന്റെ ചവിട്ടി ചവിട്ടിയിട്ട് ഞാനും ഇവിടുന്ന് പോത്തോളൂ. അത് കൊടുത്തോണം. ചന്ദനം കള്ളക്കടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വിചാരിക്കുന്ന പണിയല്ല. ഇതൊരു റിസ്ക് ഉള്ള പണിയാണ്. ഈ ചന്ദന കള്ളക്കടത്തിന് പറ്റിയ സമയം ഏതാന്ന് നിനക്കറിയോ? പിന്നെ അതായത് വൈകുന്നേരം ഒരു 7-7:30 മണി പരുവം. 7:30? അതെന്ത്? അപ്പൊ എല്ലാം അമ്പലത്തിൽ ദീപാരാധന നടക്കുന്നത്. അപ്പൊ ആൾക്കാരെല്ലാം ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈ സമയത്ത് ഒരാലിൽ എടുത്തിട്ട് ആവശ്യമുള്ള ചന്ദനം കയറ്റുന്നു, നൈസായിട്ട് കിടക്കുന്നു. ഒരു മനുഷ്യനറിയാം. നീ ഇവിടെ നിൽക്കണ്ട. എടാ ഇങ്ങനൊന്നും അല്ല ചന്ദനം കള്ളക്കെടുത്തുന്നത്. എടാ നമ്മുടെ ഒരു ധൈര്യം വേണം. നമുക്ക് നിൽക്കണമെങ്കിലേ നമ്മൾ ഏത് സമയത്ത് നമ്മൾ എന്തും നേരിടാനുള്ള ഒരു കപ്പാസിറ്റിയിലായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്. അത് നീ ഓക്കെ ആണോ? അതൊക്കെ ഞാൻ ഓക്കെ ആണ്. എന്റെ കൂടെ എന്നും കാണുമോ? അണ്ണനോട് കട്ടക്ക് എക്സസൈസ് വന്നിരിക്കുന്നു. എടാ രാവിലെ 30 പുഷപ്പ് എടുത്തിരിക്കുന്നത് ഞാനാണ്. ഇനി നട്ടുച്ചയ്ക്ക് എക്സസൈസ് ചെയ്യാൻ എനിക്ക് പ്രാന്തൊന്നും അല്ല. എക്സസൈസ് അല്ല, എക്സസൈസ് പോലീസ് വന്ന് പോലീസ് ഓടിക്കളല്ലോ. ഒരു കാര്യം ചെയ്യ്, തടിയെല്ലാം എടുത്ത് പുഴയിലൊടുക്ക്. JCB ആണോ കൊണ്ടുപോയി കളയാനായിട്ട്? തടി എടുത്ത് പുഴയിലൊടുക്കടാ. പുഷ്പരാജ്. തിരിഞ്ഞാൽ തിരുവനന്തപുരം,
മറിഞ്ഞാൽ മംഗലാപുരം, അടിച്ചാൽ പോലീസ് സ്റ്റേഷൻ, പിടിച്ചാൽ സെൻട്രൽ ജയിൽ. പുഷ്പരാജ്. പോലീസ് വളഞ്ഞിരിക്കുകയാണ്. ഒരു കള്ളക്കടത്തുകാരെ ഞാൻ വെറുതെ വിടില്ല. ദേവനെ കണ്ടോ? രാവിലെ പൊക്കിയതാ. രാവിലെ പൊക്കിയതല്ലേ, ഇപ്പൊ ഉച്ചയായി. താത്തടാ പറ അവൻ്റെ അടുത്ത്. കള്ളക്കടത്ത് കർണൻ, കൂറ സുര, കൊപ്ര സുനി, ദാദർ സുരേഷ്, ഇവരെല്ലാം ഞാൻ ഒതുക്കിയതാ. കഴക്കൂട്ടം രമണി, ബസ് സ്റ്റാൻഡ് ഗീത, കൊട്ടി അമ്മൂട്ടി, ഇവരെയൊക്കെ ഞാനും ഒതുക്കിയതാ. ചെലവിനും കൊടുക്കുന്നുണ്ട്. പേടിച്ചു പോയോ? പുഷ്പരാജ്. പുഷ്പ തീയിൽ കുടിച്ചതാ, വെയിലത്ത് വാഴയില്ല. കാളകിടക്കും കയറോടും ഞെട്ടില്ല വട്ടയില്ല, ഒരു ബെൽറ്റിൽ 1000 പോലീസ്. പഴഞ്ചൊല്ല് പതിരില്ല. പുഷ്പ സറണ്ടർ ആകുന്ന നല്ല. എന്തിനു നിനക്ക് രാഹുവല്ലം നോക്കാനാ? കലണ്ടർ ആവണമെന്ന് പറയുന്നു. കലണ്ടർ അല്ല, സറണ്ടർ ആകണം. പറ്റില്ല. നിന്റെ ചരക്കിനെ ഞങ്ങൾ പൊക്കി. അയ്യോ, എന്റെ ഭാര്യ ഇവിടെ ഉണ്ടോ? പിന്നെ ഏത് ചരക്ക്? അല്ല ഈ ചരക്കല്ല, നമ്മുടെ ചന്ദനത്തടി അങ്ങ് ആ ചരക്കാണ് പൊക്കി. ചന്ദനത്തടി അധികം വിലപേശലില്ല. നീ പറ എത്ര? 1 കോർ 3 ഓഫീസർ 5 ഡീൽ. ഒരു 5 കോടി എണ്ണി കൊടു. ഇനിയും കാണണം. കാണാം. പുഷ്പരാജ്. ഓഫീസർ പുഷ്പരാജ് കൊണ്ടുവാ. താങ്കൾ ഇവിടുന്ന് കൈക്കൂലി ചോദിച്ച് മേടിക്കുന്നത് ഇവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏത് ഓഫീസർക്ക്? IG ക്കാണോ അതോ മുഖ്യമന്ത്രിക്കാണോ? ഡ്യൂട്ടിയിൽ ഭംഗം വരുത്തി, ഡ്യൂട്ടിയിൽ ചോദ്യം ചെയ്തു. ഇത് ഞാൻ ഫേസ്ബുക്കിൽ വിടും. ഒന്നും ഓർത്താ, പുഷ്പയ്ക്കൊന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങളെ നേരെ പോലീസ് കൊണ്ടുപോകും, ജോലി പോവും, പൈസ പോവും, മാനനഷ്ടം, എന്തൊക്കെ കേസുകൾ. വേണ്ട. 8 crores. ഇല്ല. 9. 10. ഓക്കേ, ഡീൽ. പെട്ടിയെടുത്തകത്ത് വിടാ. നമ്മുടെ അനന്തരക്കലാണ് പുഷ്പരാജ്. ഓർത്തു വെച്ചോ, നമുക്ക് വീണ്ടും കാണേണ്ടതാ. അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഈ ഒരു 15 മിനിറ്റ് ഇടവിട്ട് ഒരു കൊള്ളസങ്കേതം ഒക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ സെറ്റപ്പ് ആകുമ്പോൾ ഒരു ഐറ്റം ഡാൻസ് നല്ലതാ. അതുകൊണ്ട് അവളെ പറഞ്ഞു വിട്ടല്ലോ. അയ്യോ, ആകെപ്പാടൊരു ആശ്വാസം. ഞങ്ങൾ ചമതിയോ? അതിനൊക്കെ നല്ലതാ പോലീസ് പിടിച്ചോണ്ട് പോണതാ. ഒരു ഓവർ ഗണേശ് കിടപ്പുണ്ട്, എടുക്കല് 100 രൂപയാണ് ഒരെണ്ണം. അണ്ണാ ഇല്ലണ്ണാ, ഒന്നുമില്ല. എനിക്ക് പുഷ്പ. വെറും പുഷ്പല്ല, പുഷ്പരാജ്. ഞാൻ പുഷ്പമായിട്ടൊരു ഡീൽ എടുത്താൻ വേണ്ടി വന്നതാണ്. എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, അതെടുക്കണം. ഏതാ ഐറ്റം? രക്തയന്ത്രം ഫസ്റ്റ് ക്വാളിറ്റി. രക്തചന്ദ്രൻ ഫസ്റ്റ് ക്വാളിറ്റി. ഇത് രക്തചന്ദ്രനല്ല. പുഷ്പ നോക്ക്. ഇവിടുന്ന് ജീവനോടെ പോകത്തില്ല. പുഷ്പയെ പറ്റിക്കാൻ നോക്കരുത്. ഇത് രക്തചന്ദ്രനല്ല. എനിക്ക് പുഷ്പ ഞാൻ പാടുപെട്ട് കാട്ടിക്കേറി ഒറ്റയ്ക്ക് വെട്ടിയെടുത്ത രക്തചന്ദ്രമാണ്. നിങ്ങളെ പോലെ കാട്ടിക്കേറി ഈ പുഷ്പ ഒറ്റയ്ക്ക് പണിയുന്നതാണ്. അതുകൊണ്ട് ഇത് രക്തചന്ദ്രൻ അല്ല. ആ പുഷ്പമായിട്ടൊരു നല്ലൊരു ഡീൽ നടത്താൻ വേണ്ടി ഞാൻ ഇവിടെ വരെ പാടുപെട്ട് വന്നത്. നീ പാടുപെട്ട് വന്നിട്ടുണ്ടെങ്കിൽ നീ രക്തചന്ദ്രൻ കൊണ്ടുവരണം. രക്തചന്ദ്രത്തിന്റെ പേര് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കരുത് കേട്ടോ. പുഷ്പ എന്റെ അമ്മയാണ്, പെറ്റ തള്ളയാണ്, എന്റെ പിള്ളേരാണ് സത്യം. ഇത് രക്തചന്ദ്രമാണ്. ഞാൻ ഇന്നും ഇന്നലെ കാണുന്നതാണ് രക്തചന്ദ്രവും ചന്ദ്രനും കണ്ട. ഇത് നല്ല ഒറിജിനൽ ചന്ദ്രൻ. ഇത് രക്തചന്ദ്രൻ രക്തചന്ദ്രൻ
പാടുപെട്ട് നീയായിട്ട് ഡീൽ ഒപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വരെ വന്നത്. എന്നിട്ട് രക്തം അല്ലെന്നാ ഇനി നിന്റെ ഡീലും ഒരു ഉണ്ടാക്കും എനിക്ക് വേണ്ട. വരടാ ഗൗഡ, നേരത്തെ വരെ ഇത് സാധാ ചന്ദനമായിരുന്നു. ഇപ്പോഴാ ഗൗഡ ഇത് രക്തചന്ദനമായത്. പുഷ്പരാജ്.